ഈ പൊല്ലാപ്പ് ഉണ്ടായതിന്റെ കാരണം എന്താ? ഈ പൊല്ലാപ്പിലേക്ക് എത്തിച്ചതാരാ? ഇടതുപക്ഷല്ലേ, CPM അല്ലേ, മന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ, ജോൺ ബ്രിട്ടാസ് അല്ലേ? അത് നിങ്ങൾ ചർച്ച ചെയ്തോ? അങ്ങനെ PM-ശ്രീ പദ്ധതിയിൽ RSSന്റെ അതേ അജണ്ട നടപ്പാക്കി കേരളത്തിൽ അനുവദിക്കാമെന്ന UDF സർക്കാർ തയ്യാറ്. അതിനാ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ഈ നാട്ടിനകത്തെ യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടാവും. തർക്കമൊന്നുമില്ല. UDF-ന്റെ സർക്കാർ ഈ പദ്ധതി അപ്പാടെ നടപ്പാക്കുമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? ശ്രീ റിജിൽ മാക്കുറ്റി വളരെ അസന്നിഗ്ധമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും തുടരാതെ നിർവാഹമില്ല, തുടരാൻ നിർബന്ധിതരാണ് എന്ന് വ്യക്തമാക്കിയതാണ്. അതിന്റെ നടപടിക്രമങ്ങൾക്കായി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ടെലിവിഷനിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ഉപസമിതി. ഉപസമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങൾ ഒരുപക്ഷെ പിന്നോട്ട് പോകുമായിരിക്കുമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ശ്രീ അഭിലാഷേ, PM-ശ്രീ പദ്ധതി തുടക്കം മുതൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞ മുന്നണിയും പാർട്ടിയൊക്കെയാണ് ഞങ്ങൾ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ PM-ശ്രീ പദ്ധതി കേരളത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ പറയണം. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾക്ക് വല്ലാത്ത അലോസരമുണ്ട്. ഞങ്ങൾക്കല്ല അലോസരം. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആരും അറിയാതെ, പ്രത്യേകിച്ച് തലയിൽ മുണ്ടിട്ട് ഡൽഹിയിൽ പോയി നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെ മധ്യസ്ഥതയിൽ നടത്തിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഒപ്പിട്ടത് എന്നത് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കരിക്കുലത്തിൽ എന്താണ്, സിലബസ് എന്താണ് എന്ന് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിക്കും അതിൻ്റെ അന്നത്തെ ഭരിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. എന്നിട്ട് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ CPI എന്ന് പറയുന്ന പാർട്ടിയെ മുഖവിലക്കെടുക്കാതെ ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും മുഖവിലക്കെടുക്കാതെയാണല്ലോ ആ സർക്കാരിനെ ജനം പുറന്തള്ളി നിങ്ങളുടെ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചു. അപ്പൊ പഴംപുരാണം പണ്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. അല്ല അഭിലാഷേ, അഭിലാഷ് ബേജാറാവല്ലേ, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേരളത്തിൽ എത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അത് ഇടതുപക്ഷമായിരുന്നു. പക്ഷെ ആ പദ്ധതി അവിടെ ഒപ്പിട്ട്, ഹലോ കേൾക്കാമോ? ആ പദ്ധതി അവിടെ ഒപ്പിട്ടതിന് ശേഷം തുടർന്ന് വന്ന ഗവൺമെന്റ് UDF-ന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ഒപ്പിട്ട പദ്ധതിയുമായി ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പദ്ധതി അപ്പാടെ നടപ്പാക്കുമെന്നോ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഇനി കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് PM-ശ്രീ പദ്ധതിയിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ട് ഞങ്ങൾ നടപ്പാക്കുമെന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനാണ് ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീനും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് പഠിച്ചുകൊണ്ട് അതിനകത്ത് എന്തൊക്കെ അത് കേരളത്തിൽ മുരളീധരൻ രാവിലെ തൃശ്ശൂർ പറഞ്ഞെന്താ, ഒപ്പിട്ട് പോയി തുടരാതെ പറ്റില്ല എന്നാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? തുടരാൻ നിർബന്ധിതരാണ് എന്നാണ്. തുടരാതെ പറ്റില്ല എന്ന് മന്ത്രി പറയുന്നു, തുടരാൻ നിർബന്ധിതരാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോ പിന്നെ ഞങ്ങള് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ അഭിലാഷ് എന്റെ ചോദ്യം എന്താ അറിയോ? ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും അതോടൊപ്പം തന്നെ ഇന്ന് പറഞ്ഞ ശ്രീ മുരളീധരനായാലും മന്ത്രിയായാലും ഉൾപ്പെടെ പറഞ്ഞ് ഞങ്ങൾ നടപ്പാക്കുമെന്നല്ല പറഞ്ഞത്. ഈ അങ്ങനെ നടപ്പാക്കണമെങ്കിൽ എന്തിനാണ് മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത്? ഈ മന്ത്രിസഭാ ഉപസമിതി എന്തിനാണ് വെറുതെ LDF-ന്റെ ഗവൺമെന്റുള്ള കാലത്ത് ഇവരുടെ തർക്കത്തിന്റെ ഭാഗമായി ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവരെന്താ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫണ്ട് എങ്ങനെ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് കിട്ടുമോ അല്ലയോ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്ന വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു കാര്യവും നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാവില്ല എന്നുള്ളതാണ്. കേരളത്തിൽ 40% ഫണ്ട് കേരളം ചെലവഴിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിലബസിനകത്ത് രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേരളത്തിലാണ്. ആ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന് അനുവദിച്ച് കിട്ടിയെങ്കിൽ മാത്രമാണ് ചർച്ച. അങ്ങനെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പഠിച്ച് തീരുമാനമെടുത്ത് അതിനുശേഷം മാത്രമേ ഇത് ഒപ്പുവെക്കാനായിട്ടുള്ളൂ. അല്ലാതെ ഈ RSSന്റെ സംഘപരിവാറിന്റെ ദേശീയ വിദ്യാഭ്യാസ അങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയാൽ അതിന് തലവെച്ച് കൊടുക്കാൻ ഈ UDF-ന്റെ സർക്കാർ തയ്യാറാവില്ല എന്ന് മാത്രമല്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനുവദിക്കുകയില്ല. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ PM-ശ്രീ പദ്ധതിയിൽ RSSന്റെ അതേ അജണ്ട നടപ്പാക്കി കേരളത്തിൽ അനുവദിക്കാമെന്ന UDF സർക്കാർ തയ്യാറ്. അതിനാ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ഈ നാട്ടിനകത്തെ യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടാവും. തർക്കമൊന്നുമില്ല. അങ്ങനെ ഇതുവരെ പറയാതെടുത്തോളം കാലം ഞങ്ങൾ ഇത് നടപ്പാക്കും, പൂർണ്ണമായി നടപ്പാക്കും എന്ന് പറയാതെടുത്തോളം കാലം ഇതിന്റെ ചർച്ച ചെയ്യാനുള്ള അവകാശമില്ലേ? ചർച്ചയ്ക്ക് അവകാശമില്ലേ? അത് പഠിക്കാൻ അവകാശമില്ലേ? അതുമായി വിശകലനം ചെയ്യാൻ അവകാശമില്ലേ? ആ അവകാശം നടപ്പാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്തായാലും ഇപ്പോ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ ഒന്ന് റീവൈൻഡ് ചെയ്താൽ
7 മാസം മുമ്പ് വി ശിവൻകുട്ടി പറഞ്ഞ അതേ വാചകങ്ങളാണ്. എന്തൊക്കെയാണ്? RSSന്റെ പദ്ധതി നടപ്പാക്കാൻ ഇവിടെ അനുവദിക്കില്ല, കരിക്കുലവും പാഠ്യപദ്ധതിയും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ തൊടാൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ സിലബസ് ആയിരിക്കും പഠിപ്പിക്കുക, ഒരു തരത്തിലുള്ള സംവിധാനങ്ങളെയും അടുപ്പിക്കില്ല, സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളായിരിക്കും എന്നൊക്കെ വി ശിവൻകുട്ടി ഈ PM ശ്രീയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ്. നിങ്ങളിപ്പോ അത് പറയുന്നു. എന്ന് മാത്രമല്ല, അന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, കേന്ദ്രത്തിന്റെ സെക്രട്ടറി തന്നെ പറഞ്ഞു ഈ സിലബസ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാന ബോർഡുകളാണ് എന്നുള്ളതാണ്. അപ്പോ PM ശ്രീ നടപ്പാക്കാൻ പോകുന്നതിന് ഈഫും ബട്ടും ഒക്കെ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയാണെങ്കിൽ മറ്റേതാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് PM ശ്രീ പദ്ധതി ഒപ്പിട്ടതെന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ്. അവർ ഒപ്പിട്ടത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ഈ പൊല്ലാപ്പ് ഉണ്ടായതിന്റെ കാരണം എന്താ? ഈ പൊല്ലാപ്പിലേക്ക് എത്തിച്ചതാരാ? ഇടതുപക്ഷല്ലേ, CPM അല്ലേ, മന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ, ജോൺ ബ്രിട്ടാസ് അല്ലേ? അത് നിങ്ങൾ ചർച്ച ചെയ്തോ? ശരി, എത്ര ദിവസം ചർച്ച ചെയ്തു? എത്ര ആഴ്ചകൾ? അപ്പോ ആ പൊല്ലാപ്പ് തുടരേണ്ട എന്ത് ബാധ്യത എന്നുള്ള ആ ചോദ്യത്തിലേക്ക് വരാം. ശരി, ഞാൻ പറഞ്ഞു വന്നത് UDFന്റെ സർക്കാർ ഈ പദ്ധതി അപ്പാടെ നടപ്പാക്കുമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനകത്ത് ഇതുമായി പഠിക്കാനുള്ള അവകാശം കേരളത്തിലെ മന്ത്രിസഭയ്ക്കില്ലേ? പഠിക്കാനാണ് ഒപ്പിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഒപ്പിട്ടത് പൂർണ്ണമായും നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? താൽക്കാലികമായിട്ടുള്ള ഒഴിവാകൽ മാത്രമാണ്. അന്നത്തെ താൽക്കാലികമായി. ശരി, ഞാൻ ആ അടുത്ത റൗണ്ടിൽ ആ ചോദ്യത്തിലേക്ക് വരാം. തൽസ്ഥിതി തുടരാമല്ലോ.